തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ടിക്കറ്റിന് 20 രൂപ ഫീസ് ഈടാക്കാൻ നീക്കം നടക്കുന്നു. നാളെ ചേരുന്ന HDS മീറ്റിംഗിൽ തീരുമാനമുണ്ടായേക്കും. യോഗത്തിൻ്റെ അജണ്ടയുടെ പകർപ്പ് 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, നാളത്തെ ഈ യോഗത്തിൽ, ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ 20 രൂപ ഫീസ് ഈടാക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഗുഡ് ഈവനിങ് SKN. എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന നിർണായകമായ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൻ്റെ അജണ്ടയാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും നിർണായകമായി വരുന്നത് 15ാമത്തെ അധിക നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്നാമതായി വരുന്ന നിർദ്ദേശമാണ്. അതായത് ടിക്കറ്റിന് ഫീസ് ഈടാക്കാൻ പോകുന്നു. അത് 20 രൂപ നിരക്കിൽ ഫീസ് ആക്കണം എന്നുള്ള നിർദ്ദേശം നാളെ ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നു. സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജുകൾ ഒരു റെഫറൽ ആശുപത്രിയാണ്. സാധാരണ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിൽ അവിടുത്തെ ഫീസ് എല്ലാം നൽകി അവിടെ നിന്ന് കൂടുതൽ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന രോഗികൾക്ക് സാധാരണ ടിക്കറ്റിന് ഫീസ് വാങ്ങാറില്ല. ഇതുവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫീസ് വാങ്ങിയിട്ടുമില്ല. നേരത്തെ ഇതേ കണക്ക് സമാനമായി ഫീസ് ഈടാക്കാൻ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി തീരുമാനിച്ചിരുന്നു. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് അത് ഈടാക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി ആ തീരുമാനം അന്ന് മരവിപ്പിക്കാനുണ്ടായത്. എന്നാൽ വീണ്ടും ഇതേ തീരുമാനം, അതും 20 രൂപ ഒരാളിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് നൽകിയിരിക്കുന്നു. നാളെയാണ് യോഗം. നാളെ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ കളക്ടറിൻ്റെ പ്രതിനിധി, ആശുപത്രിയെ പ്രതിനിധീകരിച്ച് സൂപ്രണ്ട്, കൂടാതെ വാർഡിലെ കൗൺസിലർ, മറ്റ് വിവിധ പാർട്ടിയിലെ നേതാക്കളടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.